ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല മൊരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പരിപ്പ് വടയാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കടലപ്പരിപ്പാണ്, ചനാദാൽ, അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ പീസിൻ്റെ പരിപ്പ് വെച്ചിട്ടും പരിപ്പ് വട ഉണ്ടാക്കും. അതുപോലെ തന്നെ തോരപ്പരിപ്പ് വെച്ചിട്ട് പരിപ്പ് വട ഉണ്ടാക്കും, പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഇത് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ, നമ്മൾ കടലപ്പരിപ്പ് വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു 4 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇനി ഇതൊന്ന് ഒരു പാത്രത്തിലിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇത് ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കൊരു 4 മണിക്കൂർ മാറ്റി വെക്കാം. 4 മണിക്കൂറിന് ശേഷം നന്നായി വീണ്ടും ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കിയത് ഞാൻ പരിപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പ് മാറ്റി വെക്കുന്നുണ്ട്. മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതാ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പരിപ്പാണ് മാറ്റി വെച്ചിട്ടുള്ളത് ഇതിൽ നിന്ന്. ഇനി ഇത് അരക്കുമ്പോഴത്തേക്കും ഇതിലോട്ട് ഞാൻ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ എല്ലാ ഇതിലും പറയുന്ന പോലെ തന്നെ എനിക്ക് കട്ട് ചെയ്തിട്ട് അത് കടിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അരക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ ചേർത്ത് കൊടുക്കാതെ, അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കിട്ടും. ഇതിന് കൂടെ തന്നെ ഞാൻ 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഞാൻ ഒരു തരിതരിപ്പോട് കൂടിയാണ് അരച്ചെടുക്കേണ്ടത്. ഒരു 2 പ്രാവശ്യമായിട്ട് ഞാൻ മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആയി പോകാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് പരിപ്പോടെ ഷേപ്പ് ചെയ്ത് എണ്ണയിലിടുന്ന ടൈമിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ആദ്യം മാറ്റി വെച്ച ആ ഒരു പരിപ്പും അതുപോലെ തന്നെ ചെറിയൊരു സവാളേൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്തതും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെറിയ ഉള്ളി കിട്ടുവാണെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കുന്ന കേട്ടോ നല്ലത്. എനിക്കിവിടെ ഉള്ളി കിട്ടാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ 2-3 കറിവേപ്പിലേൻ്റെ ഇല ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിൽ കുറവായിട്ടേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്തത്. അതായത് എരിവിനായിട്ട് നമ്മൾ വറ്റൽമുളകും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഇതാ ഞാനിവിടെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ഇതിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു ബോൾ പോലെ ആക്കിയതിന് ശേഷം നമ്മൾ മറ്റേ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള സൈസിലും വലുപ്പത്തിലും ഒക്കെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള ഒരു സൈസിൽ ചെറുതോ വലുതോ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ചെറിയതാകുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിരിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെറുതോ വലുതോ വേണമെങ്കിൽ നോക്കി ഉണ്ടാക്കാം കേട്ടോ. ഇത് ഞാൻ എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലോട്ട് പരിപ്പോടെ ഷേപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ആയതിനു ശേഷം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. കാരണം കുറച്ച് തടിച്ചതായതുകൊണ്ട് തന്നെ ഉള്ളു വെന്ത് കിട്ടൂല. ഇല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും, പക്ഷെ ഉള്ളു വെന്ത് കിട്ടൂല. ഞാനിത് അടുത്ത ട്രിപ്പ് പരിപ്പൊടി അതുപോലെ തന്നെ ഷേപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇത് നമ്മൾ പരിപ്പ് വടയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല മഴ പെയ്യുന്ന സമയം അതുപോലെ തണുപ്പൊക്കെ ആണെങ്കിൽ ഈ പരിപ്പ് വട കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്